മലബാറിൻ്റെ ചരിത്രത്തെ ഭീതിയുടെ മുൾമുനയിൽ നിർത്തിയ മൈസൂർ കടുവയെന്ന് അപരനാമത്തിൽ അറിയപ്പെടുന്ന ടിപ്പു സുൽത്താൻ്റെ പടയോട്ടമാണ് ഈ ആഴ്ചയിലെ സത്യാന്വേഷി ചർച്ച ചെയ്യുന്നത്. ചരിത്രത്താളുകളിൽ ചോരക്കറ വീഴ്ത്തിയ ആ കുതിരക്കുളമ്പടികൾ അസത്യങ്ങളിലും അർദ്ധസത്യങ്ങളിലും പൊതിഞ്ഞ് വിശുദ്ധമാക്കാനുള്ള ശ്രമങ്ങൾ നടക്കുമ്പോൾ തമസ്കരിക്കപ്പെടുന്ന സത്യത്തിന് പിന്നിലെ ഒളിപ്പിക്കപ്പെട്ട നേരുകളിലേക്കാണ് സത്യാന്വേഷിയുടെ അന്വേഷണം. ഏവർക്കും സ്വാഗതം. ചരിത്ര അധ്യാപകനോ ചരിത്ര ഗവേഷകനോ അല്ലാത്ത ജോസഫ് പുത്തൻപുരയ്ക്കലച്ചൻ തൻ്റെ ധ്യാനപ്രസംഗത്തിൽ നടത്തിയ പരാമർശമാണ് വലിയ വിവാദങ്ങൾക്ക് വഴിതെളിച്ചിരിക്കുന്നത്. അച്ഛൻ്റെ പ്രസംഗത്തിൽ ചരിത്രപരമായ ചില ചെറിയ തെറ്റുകളുണ്ടായിരുന്നു എന്നത് സത്യമാണ്. 500 വർഷങ്ങൾക്ക് മുൻപാണ് ടിപ്പു ജീവിച്ചിരുന്നത് എന്നതും അദ്ദേഹം വാടിയ രാജാവിൻ്റെ സൈന്യാധിപനായിരുന്നു എന്നതുമായിരുന്നു വസ്തുതാപരമായ അതിലുണ്ടായിരുന്ന തെറ്റുകൾ. സാന്ദർഭികമായി ഒരു ചോദ്യത്തിന് നൽകിയ മറുപടി എന്ന നിലയിൽ അതിലെ തെറ്റുകളെ അവഗണിക്കാമെങ്കിലും പ്രസ്തുത മറുപടിയിലെ ചരിത്ര സത്യങ്ങളെ ആർക്കും അവഗണിക്കാനാവില്ല. കുതിരപ്പുറത്ത് വന്ന ടിപ്പുവും പട്ടാളവും ക്രിസ്ത്യാനികളെ വെടിവെച്ചു കൊന്നു, ക്രിസ്ത്യാനികളെ ഇല്ലാതാക്കി, ഭയപ്പെടുത്തി മതം മാറ്റി എന്നൊക്കെ പറയുന്നതിന് പിന്നിലെ ചരിത്രം സുവ്യക്തമാണ്. ലോകമെമ്പാടും ഏറ്റവും കൂടുതൽ ക്രിസ്ത്യാനികളെ കൊല്ലുന്നത് മുസ്ലിം തീവ്രവാദികളാണ് എന്നുകൂടി പറഞ്ഞപ്പോഴേക്കും പലർക്കും ഹാലിളകി. ലോകത്തിൽ ആർക്കും നിഷേധിക്കാനാവാത്ത ഇത്തരം ചരിത്ര സത്യങ്ങളെ പൊതുവേദിയിൽ പറയാൻ ധൈര്യം കാട്ടിയ പുത്തൻപുരയ്ക്കൽ അച്ഛന് അഭിനന്ദനങ്ങൾ. ഹാസ്യം നിറഞ്ഞ പ്രഭാഷണങ്ങൾ കൊണ്ട് ലോകപ്രശസ്തനായ ആത്മീയ ആചാര്യൻ കൂടിയാണ് ഫാദർ ജോസഫ് പുത്തൻപുരയ്ക്കൽ കപ്പൂച്ചിൻ. ഒരു വിവാദമുണ്ടാക്കിയേക്കാം എന്ന ഉദ്ദേശത്തോടു കൂടി പറഞ്ഞതൊന്നുമല്ല ആ പ്രസംഗം. ഒരിടവകയിലെ ദൈവജനത്തോട് ധ്യാനത്തിൻ്റെ മധ്യേ സംസാരിച്ച വാക്കുകളാണ് അത്. ചില ഭാഗങ്ങൾ മാത്രം സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കപ്പെട്ടപ്പോൾ അതിനുദ്ദേശിക്കാത്ത അർത്ഥതലങ്ങൾ കൈവരികയാണ് ഉണ്ടായത്. വാടിയ രാജാവിന് സൈന്യാധിപനായ ടിപ്പു സുൽത്താൻ മലബാറിൽ വന്നു. കുതിരപ്പുറത്ത് വന്ന ടിപ്പുവും പട്ടാളവും ക്രിസ്ത്യാനികളെ വെടിവെച്ചു കൊന്നു, ഹിന്ദുക്കളെ ഇല്ലാതാക്കി, പേടിപ്പിച്ച് വരട്ടി മുസ്ലിങ്ങളെ. അല്ലാണ്ട് മലബാറി മുസ്ലിം സ്വീകരിച്ചതൊന്നുമല്ല, ഇത് ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും പേടിപ്പിച്ച് മതം മാറ്റിയതാ 515 വർഷങ്ങൾക്കപ്പുറത്ത്. എന്നാൽ അത് വർഗീയ പരാമർശമാണ് എന്നും അച്ഛൻ മുസ്ലിം സമുദായത്തെ ആക്ഷേപിച്ചുവെന്നും ആരോപിച്ചുകൊണ്ട് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ സംസ്കാരത്തിന് യോജിക്കാത്ത വിധത്തിലുള്ള പദപ്രയോഗങ്ങളും ആക്രമണവും മുറുകിയപ്പോൾ അച്ഛൻ തൻ്റെ വാക്കുകൾ ദുരുപയോഗം ചെയ്യപ്പെട്ടതിനെക്കുറിച്ച് മാപ്പ് ചോദിച്ചു. ചരിത്രപരമായ തെറ്റുകളെ പ്രതിയും തെറ്റിദ്ധരിച്ച് മനസ്സിലാക്കിയതുമൂലം വേദനിച്ചവരോടുമാണ് അച്ഛൻ്റെ മാപ്പ്. എന്നാൽ താൻ പറഞ്ഞതിലെ ചരിത്ര യാഥാർത്ഥ്യങ്ങളെപ്പറ്റി അച്ഛന് യാതൊരു സംശയവുമില്ല. സ്നേഹമുള്ളവരെ, ഈയിടെ വന്ന എൻ്റെ ഒരു ടോക്കിൻ്റെ വീഡിയോ ക്ലിപ്പ് ഇന്ന് വളരെ വൈറലാകുന്നതായി കാണുന്നത്. ഞാൻ ഉദ്ദേശിക്കാത്ത ലക്ഷ്യത്തോടുകൂടിയാണ് അത് കടന്നുകൊണ്ടിരിക്കുന്നത്. ആദ്യമായിട്ട് അതുപയോഗിച്ച് ടിപ്പു സുൽത്താൻ്റെ ഡേറ്റ് തെറ്റായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. 1750 മുതൽ കാലഘട്ടം. കേരളത്തിൽ വന്നത് 1789 തെറ്റായ ആ കണക്ക് പറഞ്ഞ് ബുദ്ധിമുട്ടുണ്ട്. മതത്തിൻ്റെ പേരിൽ ഇസ്ലാം മതവിശ്വാസികളെന്ന് അവകാശപ്പെടുന്ന തീവ്രവാദികൾ നടത്തുന്ന ചരിത്രത്തിലും വർത്തമാനകാലത്തുമുള്ളവ അക്രമങ്ങളെപ്പറ്റിയൊക്കെ പറയുമ്പോൾ അതെല്ലാം തീവ്രവാദമില്ലാത്തവരും അത്തരം അതിക്രമങ്ങളിൽ പങ്കില്ലാത്തവരുമായ മുസ്ലിം സമുദായ അംഗങ്ങൾക്കെതിരെയാണ് എന്ന് വരുത്തി തീർക്കുന്നത് ആരുടെ ലക്ഷ്യമാണ്? അക്രമത്തിലൂടെയും ചതിയിലൂടെയും മതം വ്യാപിപ്പിക്കാൻ ശ്രമിക്കുന്നത് ക്രിസ്ത്യാനിയായാലും മുസ്ലിം ആയാലും ഹിന്ദു ആയാലും അതൊരുപോലെ അക്രമമാണ്, അധാർമികമാണ്. അതിക്രമത്തിലൂടെയും ചതിയിലൂടെയും
ഇത്തരം മതം മാറ്റങ്ങൾക്ക് നേതൃത്വം നൽകിയവരെ സാന്ദർഭികമായി അനുസ്മരിക്കേണ്ടി വരുമ്പോൾ അതെല്ലാം സാമുദായികമായ അവഹേളനമാണെന്ന് വരുത്തി തീർക്കുന്നത് അത്തരം തീവ്രവാദികളുടെ ഇന്നത്തെ പിൻതലമുറക്കാരുടെ ബൗദ്ധിക കുതന്ത്രമാണ്. ഇവിടെ ഒരു ക്രൈസ്തവനും വർഗീയത പറയുന്നില്ല, മുസ്ലിം സമുദായത്തെ അടച്ച് ആക്ഷേപിക്കുന്നുമില്ല. എന്നാൽ മതത്തിൻ്റെ പേരിൽ നാട്ടിൽ അസമാധാനം സൃഷ്ടിക്കുകയും അക്രമം അഴിച്ചുവിടുകയും ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുകയും ആളുകളെ കത്തിച്ചും കഴുത്തറുത്തും കൊല്ലുകയും ഒക്കെ ചെയ്യുന്നത് നിശബ്ദമായി കണ്ടിരിക്കാനും കഴിയില്ല. അത്തരം പ്രവർത്തനങ്ങളെ നിശിതമായി വിമർശിക്കുകയും ശക്തമായി എതിർക്കുകയും ചെയ്യുന്നവർ വർഗീയവാദികളാണ് എന്ന് സ്ഥാപിക്കുന്നത് അക്രമത്തിനെതിരെ ആരും ശബ്ദിക്കാതിരിക്കാനുള്ള തീവ്രവാദ അജണ്ടയുടെ തന്നെ ഭാഗമാണ് എന്ന് മറക്കാതിരിക്കാം. ടിപ്പു സുൽത്താൻ്റെ പടയോട്ടം രാഷ്ട്രീയ ലക്ഷ്യത്തോടു കൂടിയുള്ളതായിരുന്നു എന്നും അത് ബ്രിട്ടീഷുകാർക്കെതിരെ ഉള്ളതായിരുന്നുവെന്നും അങ്ങനെയൊന്നുമല്ല അവ മതപരമായിരുന്നുവെന്നും ഒക്കെ വാദിക്കുന്നവരുണ്ട്. ഇത്തരം വാദങ്ങൾക്ക് ഉപോദ്ബലകമായ തെളിവുകളും ധാരാളമുണ്ട്. തദ്ദേശീയർക്കെതിരെയുള്ള ആക്രമണങ്ങളും മറ്റും യുദ്ധത്തിൻ്റെ ഭാഗമായിരുന്നുവെന്ന് വാദിക്കുന്നവരോട് രാഷ്ട്രീയ ലക്ഷ്യങ്ങളോടെ പട നയിച്ചയാൾ പിന്നെ എന്തിനായിരുന്നു മതം മാറ്റത്തിന് നേതൃത്വം നൽകിയത് എന്ന് ചോദിക്കുമ്പോൾ മറുപടിയില്ല. മറുപടി ക്രിസ്ത്യാനികൾ മതം മാറ്റിയിട്ടില്ലേ എന്ന മറുചോദ്യമാണ്. ഇത്തരം യുക്തിരഹിതമായ മറുപടികൾ തന്നുകൊണ്ടും താൻ മതം മാറ്റിയിട്ടുണ്ട് എന്ന ടിപ്പുവിൻ്റെ തന്നെ കത്തുകളിലെ പരാമർശത്തെക്കുറിച്ച് യാതൊന്നും ഉരിയാടാതെയും ടിപ്പു സുൽത്താനെ മഹത്വവൽക്കരിക്കാൻ ചിലരെങ്കിലും വെമ്പൽ കൊള്ളുന്നത് കാണുമ്പോൾ ഏതക്രമത്തെയും ന്യായീകരിക്കാൻ ശ്രമിക്കുന്നവരുടെ മതബോധത്തിൻ്റെ ന്യൂനതകളെക്കുറിച്ച് സത്യാന്വേഷി അത്ഭുതപ്പെട്ടു പോവുകയാണ്. ആയതിനാൽ തന്നെ ടിപ്പുവിൻ്റെ പടയോട്ടത്തിൻ്റെ അനന്തരഫലങ്ങളെ സംബന്ധിക്കുന്ന വിവിധ കാഴ്ചപ്പാടുകളെ ചരിത്രപരമായി തന്നെ സത്യാന്വേഷി പരിശോധിക്കുകയും ചെയ്യുന്നു. വാദങ്ങളും ഉദ്ധരണികളും ചിലതെങ്കിലും സാമൂഹ്യ മാധ്യമങ്ങളിലെ എഴുത്തുകളിൽ നിന്ന് കടം കൊണ്ടതാണ് എങ്കിലും അവയുടെ ആധികാരികത ഉറപ്പുവരുത്തിയിട്ടുണ്ട്. പതിനാലാം നൂറ്റാണ്ടിൽ വിജയനഗര സാമ്രാജ്യത്തിൻ്റെ ഒരു പ്രവിശ്യയായിട്ടാണ് മൈസൂർ രാജവംശം ഭരണം ആരംഭിക്കുന്നത്. 16-ാം നൂറ്റാണ്ടിൽ വിജയനഗര സാമ്രാജ്യം ഇല്ലാതാകുന്നതോടെ മൈസൂർ സ്വതന്ത്ര രാജ്യമായി തീർന്നു. 17-ാം നൂറ്റാണ്ടിൽ നരസരാജ വോഡയാർ ഒന്നാമൻ്റെയും ചിക്കദേവരാജ വോഡയാറിൻ്റെയും ഭരണകാലത്ത് തെക്കൻ കർണാടകത്തിലേക്കും തമിഴ്നാട്ടിലേക്കും വ്യാപിച്ച മൈസൂർ രാജ്യം തെക്കേ ഇന്ത്യയിലെ പ്രബലമായ ഒരു ശക്തിയായിരുന്നു. 18-ാം നൂറ്റാണ്ടിൽ വോഡയാർ രാജാക്കളുടെ ഭടനായി ആരംഭിക്കുകയും ശ്രേണികളിൽ ഉയർന്നുയർന്ന് 1761 മൈസൂറിൻ്റെ അധികാരമേറ്റെടുക്കുകയും ചെയ്ത ഹൈദരാലിയുടെ മകനാണ് ടിപ്പു സുൽത്താൻ. ഹൈദരാലി വോഡയാർ രാജാക്കളിൽ നിന്ന് അധികാരം പിടിച്ചെടുക്കുകയായിരുന്നു. 1750 ജനിച്ച ടിപ്പു 17-ാം വയസ്സിലാണ് ആദ്യ ആംഗ്ലോ മൈസൂർ യുദ്ധത്തിൽ പങ്കെടുക്കുന്നത്. മറാത്ത സാമ്രാജ്യത്തിനെതിരെയും യുദ്ധം ചെയ്ത ടിപ്പു വീണ്ടും ഒരു തവണ കൂടി ബ്രിട്ടീഷുകാർക്കെതിരെ പടപൊരുതി. 1780-84 കാലയളവിൽ നടന്ന ഈ രണ്ടാം ആംഗ്ലോ മൈസൂർ യുദ്ധത്തിൻ്റെ ഇടയിലാണ് ഹൈദരാലി കൊല്ലപ്പെടുന്നത്. 1782 ടിപ്പു രാജ്യത്തിൻ്റെ അധികാരം ഏറ്റെടുത്തു. 4-ാം ആംഗ്ലോ മൈസൂർ യുദ്ധത്തിൽ ടിപ്പു കൊല്ലപ്പെടുകയും മൈസൂർ പിടിച്ചെടുത്ത ബ്രിട്ടീഷ് പട്ടാളം പ്രത്യേക ധാരണകൾ പ്രകാരം രാജ്യം വോഡയാർ രാജവംശത്തിന് തിരിച്ചു നൽകുകയും ചെയ്തു. ടിപ്പുവിൻ്റെ പടയോട്ടങ്ങളിലെല്ലാം നാട് കീഴടക്കുക, രാജ്യം വിശാലമാക്കുക, നികുതി പിരിക്കുക എന്നിങ്ങനെയുള്ള ലക്ഷ്യങ്ങളോടെ മാത്രമായിരുന്നു എന്ന് നിഷ്കളങ്ക ഹൃദയർ വിശ്വസിക്കാനിടയുണ്ട്. പഴശ്ശിരാജ ചമയങ്ങളില്ലാതെ എന്ന ഗ്രന്ഥത്തിൽ മുണ്ടക്കയം ഗോപി എഴുതുന്നത് ഇങ്ങനെയാണ്: മൈസൂർ രാജാവിൻ്റെ കീഴിൽ ഡിണ്ടിഗൽ കോട്ടയുടെ നായകനായിരുന്ന ഹൈദരാലി സമർത്ഥമായ കരുനീക്കങ്ങളിലൂടെ കർണാടകയുടെ അധിപനായി. തുടർന്ന് മകൻ ടിപ്പുവും. ജീവിതാന്ത്യം വരെ പടയോട്ടം നടത്തിയ അപ്പനും മകനും
സ്വാഭാവികമായും ഉത്തരാപഥം കീഴ്പ്പെടുത്തി ദക്ഷിണദേശത്തെത്തിയ ഇംഗ്ലീഷുകാരുമായും കൊമ്പുകോർത്തു. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയോട് തോറ്റും പാതി രാജ്യം നഷ്ടപ്പെട്ടും 3 ആൺമക്കളിൽ 2 പേരെ ജാമ്യക്കാരായി വെള്ളക്കാർക്ക് കാഴ്ചവെച്ചും അപമാനിതനായി കഴിയുകയും ചെയ്തപ്പോൾ പോലും സ്വന്തം നിറക്കാരും ജനിതകമായി ഒരേ കുടുംബക്കാരുമായ ദ്രാവിഡ സഹോദരന്മാർക്ക് നേരെ പടയെടുക്കാൻ ടിപ്പു മടിച്ചില്ല. രാഘവ വാര്യരും രാജൻ ഗുരുക്കളും ചേർന്ന് എഡിറ്റ് ചെയ്ത കേരള ചരിത്രത്തിൻ്റെ 2ാം ഭാഗം ടിപ്പുവിനെക്കുറിച്ച് പരാമർശിക്കുന്ന ഒരു ഭാഗം ഇങ്ങനെയാണ്: ഹൈദരാലിക്ക് ശേഷം അധികാരത്തിലേറിയ ടിപ്പു സുൽത്താൻ ഒരു ശക്തനായ ഭരണാധികാരിയായിരുന്നു. കുടിശ്ശിക പിരിക്കാനും നിലവും പറമ്പും അളന്ന് വരുമാനം കണക്കാക്കി നികുതി നിശ്ചയിക്കാനും അദ്ദേഹം ഒരുക്കങ്ങൾ ചെയ്തു. പക്ഷേ പാശ്ചാത്യ വാണിജ്യ കമ്പനികളും നാട്ടുരാജ്യങ്ങളും ടിപ്പുവിൻ്റെ പദ്ധതി തടയുമെന്ന് പറയേണ്ടതില്ലല്ലോ. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ വരവ് മലബാർ ചരിത്രത്തിലെ ഏറ്റവും വലിയ പടയോട്ടമായി അനുഭവപ്പെട്ടു. കൊള്ളയും കൊള്ളിവെപ്പും കൂട്ടക്കൊലയും നടന്നു, കൂട്ടത്തിൽ മതം മാറ്റവും. മറ്റൊരിടത്ത് ഇങ്ങനെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്: ടിപ്പുവിന് മുൻപ് ഹൈദരാലി മലബാറിലെ ജനങ്ങൾക്ക് ചെയ്ത ദ്രോഹങ്ങൾ എന്തെല്ലാമാണെന്ന് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് നാട്ടുകാർ 1800 ഫെബ്രുവരി 2 അയച്ച ഒരു കത്തിൽ വിശദമാക്കുന്നുണ്ട്. ടിപ്പുവിൻ്റെ കാലത്തും സമാനമായ സംഭവങ്ങളാണത്രേ ഉണ്ടായത്. പ്രജകളിൽ ക്രിസ്തീയ വംശക്കാരെ സമുദ്രവീതി രാജ്യങ്ങളിൽ വെച്ചേക്കയില്ല എന്നും പറഞ്ഞ് ഗോവയ്ക്കിപ്പുറം കൊടിയാളം വരെ ഉണ്ടായിരുന്ന 70,000 ചില്ലുവാനം കുഞ്ഞനെയും കുട്ടികളെയും പിടിച്ച് തടവിലിട്ട് ശ്രീരംഗപട്ടണത്തേക്ക് അയക്കുകയും ചെയ്തു എന്ന്. ശ്രീരംഗപട്ടണത്ത് നിന്ന് പിന്നീട് മോചിക്കപ്പെട്ട ക്രൈസ്തവരിൽ ചെറിയൊരു ഭാഗം മാത്രമാണ് നാട്ടിലേക്ക് മടങ്ങി വന്നത്. തികച്ചും രാഷ്ട്രീയമായ ലക്ഷ്യങ്ങളോടെ നടന്ന പടയോട്ടമോ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന സ്വാതന്ത്ര്യത്തിനു വേണ്ടിയുള്ള പോരാട്ടമോ ഒന്നുമായിരുന്നില്ല ടിപ്പുവിൻ്റെ ലക്ഷ്യമെന്ന് ടിപ്പുവിൻ്റെ തന്നെ കത്തുകൾ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. ഈ കത്തുകളിൽ ചിലവ സർദാർ KM പണിക്കർ 58 കൊല്ലങ്ങളോളം മുൻപ് ലണ്ടനിലെ ഇന്ത്യ ഓഫീസിൽ നിന്ന് കണ്ടെടുത്ത് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് എന്ന് ഭാഷാപോഷണിയിലെ ഒരു ലേഖനം സ്ഥാപിക്കുന്നു. ഒരു കത്ത് 1789 മാർച്ച് 22 കോടഞ്ചേരിയിലെ അബ്ദുൽ ഖാദർക്ക് അയച്ചതാണ്. അതിൽ പറയുന്നത് ഇങ്ങനെയാണ്: മുഹമ്മദിൻ്റെ സഹായത്താലും ദൈവത്തിൻ്റെ അനുഗ്രഹത്താലും കോഴിക്കോട്ട് ദേശത്ത് അധിവസിക്കുന്ന അവിശ്വാസികളെ ഒട്ടുമുക്കാലും നാം ഇസ്ലാം മതത്തിൽ ചേർത്ത് കഴിഞ്ഞിരിക്കുന്നു. കൊച്ചി രാജ്യത്തിൻ്റെ അതിർത്തിയിൽ മാത്രം കുറേ പേർ മതം മാറാതെ കിടപ്പുണ്ട്. അവരെയും ഉടൻ തന്നെ മുഹമ്മദരീയരാക്കണമെന്ന് ഞാൻ നിശ്ചയിച്ചിരിക്കുന്നു. ഇത് മതം സംബന്ധിച്ച ഒരു യുദ്ധമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. 1788 ഡിസംബർ 14 ടിപ്പു തൻ്റെ കോഴിക്കോട് സൈന്യാധിപൻ അയച്ച കത്തിൽ ഇപ്രകാരം കാണാം: ഇവിടെ നിന്നും 2 അനുചരന്മാരോടുകൂടി മീർ ഹുസൈൻ അലിയെ അയച്ചിരിക്കുന്നു. ദൈവത്തിൻ്റെ കൃപ കൊണ്ട് അയാൾ താമസിയാതെ അവിടെ വന്നു ചേരും. അയാളോട് കൂടിച്ചേർന്ന് നിങ്ങൾ അവിശ്വാസികളെ എല്ലാവരെയും തടവുകാരാക്കുകയും കൊലപ്പെടുത്തുകയും ചെയ്യണം. 20 വയസ്സിന് താഴെയുള്ള സകല പുരുഷന്മാരെയും തടവിൽ പാർപ്പിക്കണം. ശേഷമുള്ള ആളുകളിൽ 5000-ൽ കുറയാതെ ആളുകളെ മരക്കൊമ്പിൽ കെട്ടിത്തൂക്കുകയും വേണമെന്ന് ഞാൻ ആജ്ഞാപിച്ചിരിക്കുന്നു. 1790 ജനുവരി 18 ടിപ്പു സെയ്ദ് അബ്ദുൽ ദുലായിക്ക് എഴുതിയ കത്തിൽ ഇങ്ങനെ പറയുന്നു: പ്രവാചകന്റെയും അള്ളായുടെയും അനുഗ്രഹത്താൽ കോഴിക്കോട്ടുള്ള ഏതാണ്ട് മുഴുവൻ ഹിന്ദുക്കളെയും ഇസ്ലാമിലേക്ക് പരിവർത്തനം ചെയ്യാൻ കഴിഞ്ഞു. കൊച്ചി രാജ്യത്തിൻ്റെ അതിരുകളിലുള്ള ഏതാനും എണ്ണം മാത്രമേ ഇനി ബാക്കിയുള്ളൂ. അവരെ കൂടി ഉടൻ മതം മാറ്റുമെന്ന് ഞാൻ ഉറപ്പിച്ചിട്ടുണ്ട്. ഈ ലക്ഷ്യം നേടാൻ ഇതിനെ ഒരു ജിഹാദായി തന്നെ ഞാൻ കരുതുന്നു. അന്ന് കോഴിക്കോട് ബ്രാഹ്മണരുടെ കേന്ദ്രമായിരുന്നു. കോഴിക്കോട് മാത്രം 7000-ഓളം നമ്പൂതിരി കുടുംബങ്ങൾ ഉള്ളതിൽ 2000-ഓളവും ടിപ്പുവും സൈന്യവും നശിപ്പിച്ചു. സുൽത്താൻ കുട്ടികളെയും സ്ത്രീകളെയും പോലും വെറുതെ വിട്ടില്ല. അടുത്തുള്ള നാട്ടുരാജ്യങ്ങളിലേക്കോ കാടുകളിലേക്കോ ആണുങ്ങൾ ഓടി രക്ഷപ്പെട്ടു. നിർബന്ധിത മതപരിവർത്തനം മൂലം മാപ്പിളമാരുടെ എണ്ണം വളരെയധികം വർദ്ധിച്ചു. ഹിന്ദുക്കളെ നിർബന്ധമായി ചേലാകർമ്മം ചെയ്ത് മുസൽമാന്മാരാക്കി. ടിപ്പുവിൻ്റെ അതിക്രൂരമായ ഇത്തരം നടപടികൾ മൂലം നായന്മാരുടെയും ചേരമന്മാരുടെയും നമ്പൂതിരിമാരുടെയും എണ്ണത്തിൽ വലിയ തോതിലുള്ള കുറവുണ്ടായി എന്ന് ഇളംകുളം കുഞ്ഞൻപിള്ള എഴുതുന്നുണ്ട്. ടിപ്പുവിനെക്കുറിച്ചുള്ള പഴയകാല ചരിത്രരേഖകൾ
ബ്രിട്ടീഷ് ചരിത്രകാരന്മാരുടേതാണ് എന്നും അതുകൊണ്ട് അത് വിശ്വാസയോഗ്യമല്ല എന്നുമാണ് ടിപ്പുപക്ഷ ചരിത്രകാരന്മാരുടെ വിവരണം. അങ്ങനെ പറയുന്നതിൽ ബഹുഭൂരിപക്ഷവും മുസ്ലിം ചരിത്രകാരന്മാരാണ് എന്നുള്ളത് മറ്റൊരു വശം. അതൊക്കെ സമ്മതിച്ചാൽ തന്നെ ബ്രിട്ടീഷുകാരും ഹിന്ദു ചരിത്രകാരന്മാരുമല്ലാത്ത മറ്റെഴുത്തുകാരിലേക്ക്, അല്ലെങ്കിൽ ആ കാലഘട്ടത്തിൽ ടിപ്പുവിനോട് ചേർന്ന് നിന്നിട്ടുള്ളവരുടെ എഴുത്തുകളോ രേഖകളോ പരിശോധിക്കുന്നത് യുക്തിപരമായിരിക്കുമല്ലോ. അത്തരത്തിലൊന്നാണ് ടിപ്പുവിൻ്റെ സഖ്യത്തിലുണ്ടായിരുന്ന, ടിപ്പുവിനെ അകമഴിഞ്ഞ് സഹായിച്ചിരുന്നുവെന്ന് പറയപ്പെടുന്ന ഫ്രഞ്ച് സേനകളുടെ റെക്കോർഡുകളും അവരുടെ പേഴ്സണൽ ഡയറികളും. 1988 പാരീസിലെ എലൈൻ ഡിലാ ടെല്ലെ എന്ന വിധവയുടെ വീടിൻ്റെ തട്ടിൻപുറത്ത് നിന്ന് കണ്ടെത്തിയ ട്രങ്കുപെട്ടിയിലെ ഡയറി കുറിപ്പുകൾ പ്രസക്തമാണ്. ടിപ്പു സുൽത്താൻ്റെ സഹായിയായിരുന്ന അവരുടെ കുടുംബത്തിലെ ഏറ്റവും പ്രശസ്തനായ ഫ്രാങ്കോയിസ് ഫിഡിലെ റിപ്പോർഡ് എന്ന വ്യക്തിയുടെ ഡയറി കുറിപ്പുകളാണ് അവ. അദ്ദേഹം പഴയ ഫ്രാങ്കഫോണി ഭാഷയിൽ എഴുതിയതിൻ്റെ ഇംഗ്ലീഷ് ഭാഷ്യം ഇങ്ങനെയാണ്: I am disturbed by Tipu Sultan's treatment of these most gentle souls, the Hindus. During the siege of Mangalore, Tipu's soldiers daily exposed the heads of many innocent Brahmins within sight from the fort for the Samarin and his Hindu followers to see. കോഴിക്കോട് വെച്ച് താൻ തന്നെ സാക്ഷിയായ കാര്യങ്ങളെക്കുറിച്ച് റിപ്പോർട്ട് എഴുതുന്നത് ഇങ്ങനെയാണ്: Most of the Hindu men and women were hanged. First, mothers were hanged with their children tied to their necks. That barbarian Tipu Sultan tied the naked Christians and Hindus to the legs of elephants and made the elephants move around till the bodies of the helpless victims were torn to pieces. Temples and churches were ordered to be burned down, desecrated and destroyed. Christian and Hindu women were forced to marry Mohammedans, and similarly their men were forced to marry Mohammedan women. Christians who refused to be honored with Islam were ordered to be killed by hanging immediately. തൂക്കിക്കൊന്ന അമ്മമാരുടെ കഴുത്തുകളിൽ സ്വന്തം കുഞ്ഞുങ്ങളെ കെട്ടിത്തൂക്കി കൊലപ്പെടുത്തി. ക്രൈസ്തവരെയും ഹിന്ദുക്കളെയും നഗ്നരാക്കിയതിനു ശേഷം കാലുകൾ ആനകളോട് ചേർത്ത് കെട്ടി അവയെ ഇരുദിശകളിലേക്കും നടത്തി ശരീരം കീറി കൊല ചെയ്തു. അമ്പലങ്ങളും ദേവാലയങ്ങളും കത്തിച്ചു, അശുദ്ധമാക്കി, വിശ്വാസികളെ നിർബന്ധമായി മതം മാറ്റി. റിപ്പോർട്ടിൻ്റെ മറ്റൊരു ഡയറി കുറിപ്പിൽ നാം ഇങ്ങനെ വായിക്കുന്നു: To show his ardent devotion and steadfast faith in the Mohammedan religion, Tipu Sultan found Kozhikode to be the most suitable place. Kozhikode was then a center of Brahmins and had over 7,000 Brahmin families living there. Over 2,000 Brahmin families perished as a result of Tipu Sultan's Islamic cruelties. He did not spare even women and children. ക്രിസ്തുവിനെതിരായി നോവൽ എഴുതുവാൻ തീരുമാനിച്ച വ്യക്തി, ഒരൊറ്റ വാക്യം കൊണ്ട് ഞാനവിടെ സറണ്ടർ ചെയ്തു. എനിക്കങ്ങോട്ട് കലി ബാധിച്ച പോലെയാണ്. ദൈവമില്ല എന്ന് ആർത്ത് ഞാൻ പറഞ്ഞു. സ്വന്തം ബന്ധങ്ങൾ പലപ്പോഴും അവർ വേദനിക്കുന്നുണ്ടായിരുന്നു, ഞാൻ കണ്ടിരുന്നില്ലേ. അന്ന് ഇറച്ചിയ ആൽവിനും ചോര കുടിക്കുന്ന ആൽവിനും അന്ന് മരിക്കുക. 23 വർഷങ്ങൾ കടന്നു പോകത്തക്ക വിധത്തിൽ അവൻ്റെ സ്നേഹം ഒരു സംതൃപ്തിയായി എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നു. അനുതാപത്തിൻ്റെ, അത്ഭുതങ്ങളുടെ, തിരിച്ചറിവിൻ്റെ നേർസാക്ഷ്യമായി വിവാജേസു എല്ലാ ബുധനാഴ്ചയും രാത്രി 8 മണിക്ക് നമ്മുടെ ഷെഖേന ടെലിവിഷനിൽ. ആദ്യകാലത്ത് പടയോട്ടങ്ങൾ നടത്തി അനേകം ക്ഷേത്രങ്ങളും ആരാധനാലയങ്ങളും തകർത്തിട്ടുണ്ടെങ്കിലും പിൽക്കാലത്ത് അതിനെല്ലാം ടിപ്പു പരിഹാരം ചെയ്തുവെന്നും അമ്പലങ്ങളും മറ്റും നിർമ്മിക്കുകയും സംരക്ഷിക്കുകയും ചെയ്തുവെന്നും വാദിക്കുന്നവർ ഈ സ്വാമിജിയുടെ വാക്കുകൾ ഒന്ന് കേൾക്കുക. ടിപ്പു സുൽത്താൻ എങ്ങനെയുള്ള ആളായിരുന്നു എന്ന് നല്ലപോലെ പഠിക്കുക. ഇപ്പോൾ ടിപ്പു മഹാനായി വാഴ്ത്തപ്പെടുകയാണ്.
മഹാനായിരുന്നു, ഉദാരതയുടെ ആളായിരുന്നു, ഹിന്ദുക്കളുടെ ഉയർച്ചയ്ക്ക് വേണ്ടി പ്രവർത്തിച്ച ആളായിരുന്നു. ടിപ്പു സ്വന്തം കൈപ്പടയിൽ എഴുതിയ കത്തുണ്ട്. ഞാൻ കോഴിക്കോട് 4 ലക്ഷം ഹിന്ദുക്കളെ മതം മാറ്റിക്കഴിഞ്ഞു. പരമകാരുണികനായ അള്ളാഹുവിന്റെ കൃപയുണ്ടെങ്കിൽ അടുത്തതായി ഞാൻ കൊച്ചിയിലേക്കാണ് പോകുന്നത്. അത് നടന്നിട്ടില്ല. 60,000 സിറിയൻ ക്രിസ്ത്യാനികളെ ചുട്ടെരിച്ച ആളാണ് ടിപ്പു. 60,000 സിറിയൻ ക്രിസ്ത്യാനികളെ തന്റെ കാര്യലാഭത്തിനു വേണ്ടി പലരുമായും കൂട്ടുകൂടിയിട്ടുണ്ട്. അതിൽ പരസ്പര സ്പർദ്ധയുടെ പേരിൽ കലഹിച്ചുകൊണ്ടിരുന്ന പല ഹൈന്ദവരായ നാട്ടുരാജാക്കന്മാരും ടിപ്പുവിന് അനുകൂലം നിന്നിട്ടുമുണ്ട്. എന്നിട്ട് കൂട്ടുകാരെ ചതിച്ചിട്ടുമുണ്ട്. ഒക്കെ ഉണ്ടായിട്ടുണ്ട്. ടിപ്പു സുൽത്താൻ്റെ പടയോട്ട കാലത്ത് കുന്നംകുളം ആർത്താറ്റ് പള്ളി മുറ്റത്ത് തേക്കിൻ മരങ്ങളിൽ കെട്ടിത്തൂക്കിയ 19 നസ്രാണി യുവാക്കളുടെയും പരിശുദ്ധ മദ്ബഹായിൽ വെച്ച് കൊല ചെയ്യപ്പെട്ട ഒരു വൈദികൻ്റെയും ഓർമ്മ എല്ലാ വർഷവും നവംബർ 14, 15 തീയതികളിൽ കുന്നംകുളം ആർത്താറ്റ് പള്ളിയിൽ അന്നീത തിരുനാളായി ആചരിക്കാറുണ്ട്. പുലിക്കോട്ടിൽ യൗസേപ്പ് കത്തനാരായിരുന്നു അന്ന് ആർത്താറ്റ് പള്ളി വികാരി. ടിപ്പു സുൽത്താൻ്റെ പടനായകന്മാർ ആർത്താറ്റ് പള്ളി തീവച്ചു നശിപ്പിച്ച തീയതി കൃത്യമായി അറിവില്ല എങ്കിലും 1789 ടിപ്പു സുൽത്താൻ കൊച്ചി രാജ്യത്തേക്ക് ആക്രമിച്ചു കയറിയത്. 1789 ഒക്ടോബർ മാസത്തിൽ കോയമ്പത്തൂരിൽ നിന്നും പുറപ്പെട്ട് 29,000 പതാതികളോടും 10,000 കുന്തക്കാർ മുതലായവരോടും 5,000 കുതിരപ്പട്ടാളത്തോടും 20 പീരങ്കികളോടും കൂടി തെക്കോട്ടേക്ക് വന്ന് നവംബർ മാസത്തിൽ കൊച്ചി രാജ്യത്ത് കടന്നു. ഡിസംബർ മാസം 14 തീയതി സുൽത്താൻ തൃശ്ശിവപേരൂരെത്തി. അയാളുടെ അശ്വസൈന്യം തിരുവിതാംകോട്ട അതിർത്തിക്ക് 1 നാഴികയ്ക്കകത്തുള്ള ദേശങ്ങളെ കൊള്ളയിട്ടു. ഇതിനുള്ളിൽ കൊച്ചി തമ്പുരാൻ്റെ വക രാജ്യത്ത് വളരെ നാശങ്ങൾ ചെയ്ത് 24 തീയതി തലക്കാട്ടിൽ പാളയമടിച്ചു എന്ന് KP പത്മനാഭമേനോൻ കൊച്ചി രാജ്യചരിതം എഴുതുന്നതിൽ വിശദമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതിൽ നിന്നും ഡിസംബർ മാസം 14 തീയതിക്കും 24 തീയതിക്കും ഇടയ്ക്കായിരിക്കണം അർത്താറ്റ് പള്ളിയിലെ കൂട്ടക്കൊലയും കൊള്ളിവെപ്പും സംഭവിച്ചിരിക്കുക എന്ന് അനുമാനിക്കാം. ആർത്താറ്റെത്തിയ സൈന്യം ക്രിസ്ത്യാനികളെ മുസ്ലിം മതസ്ഥരാകാനാണ് നിർബന്ധിച്ചത്. വഴങ്ങാതെ വന്നവരെ അരിഞ്ഞു വീഴ്ത്തി. സ്വയരക്ഷയോർത്ത് ക്രിസ്ത്യാനികൾ പള്ളിയിലേക്ക് ഓടിക്കയറി. ടിപ്പു സുൽത്താൻ്റെ സൈന്യങ്ങൾ അവരെ പിന്തുടർന്ന് വെട്ടിവീഴ്ത്താൻ തുടങ്ങി. ക്രൂരമായ നരഹത്യ കണ്ട് പരിഭ്രാന്തനായ അന്നത്തെ വൃദ്ധപുരോഹിതൻ വിശുദ്ധ മദ്ബഹയിലേക്ക് ഓടിക്കയറി. അവിടെ ഒരു സ്വർണ്ണച്ചെപ്പിൽ അടച്ച് വിശുദ്ധ കുർബാന സൂക്ഷിച്ചിരുന്നു. പട അവിടെ കയറി കുർബാന നശിപ്പിച്ചു കളയുമോ എന്ന് ആ സാധുപുരോഹിതൻ ന്യായമായും സംശയിച്ചു. അധികം താമസിച്ചില്ല. സ്വയരക്ഷ പോലും കണക്കാക്കാതെ ആ വിശ്വാസ പരിശീലകൻ വിശുദ്ധ വസ്തുക്കളെ വിഴുങ്ങാൻ തുടങ്ങി. വിശുദ്ധ മദ്ബഹായിൽ നിന്നും ഇറങ്ങി വരുന്ന പുരോഹിതനെ കണ്ട് ആ കത്തനാരെ കൊല്ലൂ എന്ന് ആക്രോശിച്ച് മദ്ബഹയിലേക്ക് ഓടിക്കയറിയ പട നിമിഷ നേരം കൊണ്ട് ആ പിതാവിൻ്റെ ശിരസ് ഛേദിച്ചു കളഞ്ഞു. രക്തം വീണ് അശുദ്ധമായ വിശുദ്ധ സ്ഥലം ദിവ്യബലി നടത്തുവാൻ നല്ലതല്ലെന്ന് അന്നത്തെ മതപണ്ഡിതന്മാർ വിധിയെഴുതി. അതിനാൽ ആ അഭിവന്ദ്യ പുരോഹിതൻ രക്തസാക്ഷിത്വം വരിച്ച സ്ഥലം മുതൽ വിശുദ്ധ മദ്ബഹ വരെ ഛേദിച്ചു കളഞ്ഞു. ഇപ്പോഴത്തെ മദ്ബഹയുടെ തൊട്ടുമുൻപിൽ സാധാരണ പള്ളികളിൽ നിന്ന് വ്യത്യസ്തമായ ആകൃതി കാണുന്നത് അതുകൊണ്ടാണ്. വിശുദ്ധ മദ്ബഹയുടെ നീളം 29.3 അടിയായിരുന്നു. അതിൽ നിന്നും 9.11 അടി ഛേദിച്ചു കളഞ്ഞു. ഇപ്പോഴത്തെ നീളം 19.4 അടിയാണ്. ടിപ്പു സുൽത്താൻ്റെ പടനായകർ അർത്താറ്റ് പള്ളിക്കും വടക്കേ പടിപ്പുര മാളികയ്ക്കും വടക്കോട്ടുള്ള അങ്ങാടിക്കും ചാട്ടുകുളങ്ങര അങ്ങാടിക്കും തീവച്ചു. ഇതിനെപ്പറ്റി അർത്താറ്റ് പള്ളിപ്പാട്ടിൽ പറയുന്നത് ഇങ്ങനെയാണ്: ദുഷ്ടരിൽ ദുർഘട മുഖ്യശാൻ മുഹമ്മദ് വേദശ്രേഷ്ഠനാം നൃപൻ ദുഷ്ടൻ പട്ടാണി വന്നു പന്തം കത്തിച്ചു ചുട്ടു പള്ളിയും എന്ന്. അന്ന് രക്തസാക്ഷിത്വം വരിച്ച നസ്രാണി വീരന്മാരുടെ ഓർമ്മ വൃശ്ചികം 2 തീയതി ആർത്താറ്റ് പള്ളിയിൽ അന്നീതോ ആയി ആചരിക്കുന്നുണ്ട്. അന്നേ ദിവസം 5 തരത്തിലുള്ള പലഹാരങ്ങൾ പള്ളിയിൽ വഴിപാടായി വിശ്വാസികൾ കൊണ്ടുവരുന്നു. മാത്രമല്ല സന്ധ്യയ്ക്ക്
വിളക്കുമണിയായി 19 ഒറ്റമണിയും ഒരു ഇരട്ടമണിയും അങ്ങനെ 21 മണി മുഴക്കണമെന്നും പൂർവികർ നിശ്ചയിച്ചിട്ടുണ്ട്. അതിന്നും തുടർന്നു വരുന്നു. അന്നേ ദിവസം വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം ശവക്കോട്ടയിലേക്ക് കൊടിയും കുരിശും പുറപ്പെടുകയും ശവക്കോട്ടയിലും ആദ്യകാലങ്ങളിൽ മൃതദേഹം സംസ്കരിച്ചിരുന്ന സ്ഥലങ്ങളിലും വാഴ്ത്തിയ വെള്ളം തളിക്കുകയും ചെയ്തിരുന്നു. എങ്കിലും മാർത്താറ്റ് പള്ളിപ്പാട്ടിലെ ചരിത്രം മുഴുവനും ശരിയല്ല എന്നവകാശപ്പെടുന്ന ചരിത്രകാരന്മാരുമുണ്ട്. പക്ഷേ ടിപ്പു പള്ളി ആക്രമിച്ച് തീവച്ച് നശിപ്പിച്ചുവെന്നതും ക്രിസ്ത്യാനികളെ അവിടെയുണ്ടായിരുന്ന മരത്തിൽ കെട്ടിത്തൂക്കി എന്നതും അവരും അംഗീകരിക്കുന്ന ചരിത്ര വസ്തുതകളാണ്. ടിപ്പുവിൻ്റെ മതപരിവർത്തന ശ്രമങ്ങളെയും ക്രൂരതകളെയും കുറിച്ച് സംസാരിക്കുന്നത് അദ്ദേഹത്തോട് എതിർപ്പുണ്ടായിരുന്ന ബ്രിട്ടീഷ് ചരിത്രകാരന്മാരോ സംഘപരിവാറോ ആണെന്നും ഇന്നും ടിപ്പുവിനെക്കുറിച്ച് ഇത്തരമില്ലാ കഥകൾ പ്രചരിപ്പിക്കുന്നത് സംഘപരിവാറുകാരാണെന്നും പറയുന്ന തൽപര കക്ഷികൾ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥനും ഗുജറാത്ത് കലാപത്തിൽ അന്നത്തെ ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്ന ശ്രീ നരേന്ദ്രമോദിക്കെതിരെ റിപ്പോർട്ട് കൊടുത്ത ആളുമായ RB ശ്രീകുമാർ IPS പറയുന്നത് ഒന്ന് ശ്രദ്ധിക്കുക. ഇത് കാവിയിൽ പൊതിഞ്ഞ ചരിത്രമല്ല എന്ന് അപ്പോൾ മനസ്സിലാകും. ടിപ്പുവിൻ്റെ ഇൻവേഷനിൽ അദ്ദേഹം വന്ന വഴികളിൽ പലരെയും ഫോഴ്സിബിളായിട്ട് കൺവേർട്ട് ചെയ്യുന്നുള്ളത് ഒരു സത്യമാണ്. അത് എന്തിനാണ് ചില ഇടതുപക്ഷ ചിന്താഗതിയുള്ളവരും കോൺഗ്രസ്സുകാരും അത് പറയാൻ അറയ്ക്കുന്നത് എന്തിന്? അത് എന്തിനാണ് ഇപ്പോഴത്തെ ഈ ആധുനിക മുസ്ലിങ്ങൾ ഈ ടിപ്പുവിനെ ജസ്റ്റിഫൈ ചെയ്യാൻ നോക്കുന്നത്? ടിപ്പുവിന് ഒരാക്രമണകാരിയായിരുന്നു, അത് അന്ന് ഇന്ത്യ എന്നുള്ള രാജ്യം തന്നെ ഇല്ലായിരുന്നു. അപ്പോൾ അതിൻ്റെ ആക്രമണകാരികളിൽ പല തെറ്റായ പ്രവൃത്തികളും ചെയ്യും. ടിപ്പുവിൻ്റെ അതിക്രമങ്ങളിൽ ക്രൈസ്തവരും മറ്റ് തദ്ദേശീയ സമുദായങ്ങളും ഇല്ലാതാവുകയോ കാണാതാവുകയോ ചെയ്തത് 18-ാം നൂറ്റാണ്ടിലാണല്ലോ എന്നും ഒറ്റപ്പെട്ട സംഭവമാണല്ലോ എന്നുമൊക്കെ കരുതുന്നുവെങ്കിൽ 9-ാം നൂറ്റാണ്ടിൽ കൊടുങ്ങല്ലൂരുമായി ബന്ധപ്പെട്ട മറ്റൊരു ചരിത്ര വിവരണം ശ്രീ ജോൺ കച്ചിറമറ്റം എഴുതുന്നത് ഇങ്ങനെയാണ്. 9-ാം നൂറ്റാണ്ടിൽ കൊടുങ്ങല്ലൂര് അധിവസിച്ചിരുന്ന ക്രിസ്ത്യാനികളും ദാരുണമായ പീഡനത്തിന് ഇരയായിരുന്നു. അന്ന് കൊടുങ്ങല്ലൂരിൽ ക്രിസ്ത്യാനികളും യഹൂദരും അറബികളും കച്ചവടത്തിൽ ഏർപ്പെട്ടിരുന്നു. മധ്യപൗരസ്ത്യ ദേശത്ത് കൂടിയുള്ള കച്ചവടത്തിൻ്റെ മേൽക്കോയ്മ അറബികൾക്കായിരുന്നു. വ്യാപാര പ്രശ്നത്തിൻ്റെ പേരിൽ യഹൂദരും അറബികളും തമ്മിൽ കലഹിച്ചു. ഈ സന്ദർഭത്തിൽ ക്രിസ്ത്യാനികൾ യഹൂദരുടെ പക്ഷത്ത് ചേരുകയാണ് ഉണ്ടായത്. അതോടെ അറബികൾ ക്രിസ്ത്യാനികൾക്കെതിരായി തിരിഞ്ഞു. അറബികൾ ക്രൈസ്തവ കേന്ദ്രങ്ങൾ ആക്രമിച്ചു. ക്രിസ്ത്യാനികളിൽ പലരും കൊടുങ്ങല്ലൂരിൽ നിന്നും മറ്റിടങ്ങളിലേക്ക് കുടിയേറി. കൊച്ചി രാജാവിൻ്റെ കീഴിലുള്ള ക്രിസ്ത്യാനികൾ കുരുമുളക് നേരിട്ട് പോർച്ചുഗീസുകാർക്ക് വിറ്റു തുടങ്ങിയത് മുസ്ലിങ്ങളെ ക്ഷോഭിപ്പിച്ചു. അവർ പകവീട്ടിയത് കൊടുങ്ങല്ലൂരിലെ ക്രിസ്ത്യാനികളോടായിരുന്നു. ക്രിസ്ത്യാനികളുടെ ഭവനങ്ങൾ കൊള്ളയടിച്ച് നിരവധി ആളുകളെ അവർ കൊലപ്പെടുത്തി. മതത്തിൻ്റെ പേരിൽ ചരിത്രത്തിൽ നടമാടിയ ക്രൂരതകളെ അനുസ്മരിക്കുന്നതും വർത്തമാനകാല തീവ്രവാദ പ്രസ്ഥാനങ്ങളെയും പ്രവർത്തനങ്ങളെയും തള്ളിപ്പറയുന്നതും എങ്ങനെയാണ് മതേതര സങ്കല്പത്തിന് തടസ്സമാകുന്നത്? മതത്തിൻ്റെ പേരിൽ തീവ്ര ചിന്താഗതിക്കാർ കാട്ടിക്കൂട്ടുന്ന നെറികേടുകളെ മറച്ചുപിടിക്കലാണ് മതേതരത്വമെന്ന് ആരാണ് പറഞ്ഞത്? ചരിത്ര സത്യങ്ങളെ വളച്ചൊടിക്കുന്നത് അംഗീകരിക്കുന്ന അക്കാദമിക ഷണ്ടത്വമാണോ മതേതരത്വം? ചരിത്രത്തിലെയും വർത്തമാനത്തിലെയും ക്രൂരതകളെ അപലപിക്കാനോ തള്ളിക്കളയാനോ സാധിക്കാത്ത വിധം പാർലമെൻ്ററി രാഷ്ട്രീയത്തിൻ്റെ അടിമകളായി തീർന്നുകൊണ്ട് വോട്ട് ബാങ്ക് നഷ്ടപ്പെടുത്താതിരിക്കാൻ സുഖിപ്പിക്കൽ നയം സ്വീകരിച്ചിരിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ നിശബ്ദതയുടെ പേരാണോ മതേതരത്വം? ഭൂരിപക്ഷ വർഗീയതയെ എതിർക്കാൻ കാണിക്കുന്ന അതേ ഉത്സാഹത്തോടെ ന്യൂനപക്ഷ ഫാഷിസത്തിൻ്റെ തീവ്രരൂപങ്ങൾക്കെതിരെ ശബ്ദമുയർത്താനും സാധിക്കുമ്പോൾ മാത്രമേ പുരോഗമന പ്രസ്ഥാനങ്ങൾക്ക് ആ പേരിനു പോലും അർഹതയുള്ളൂ. മതേതര പാർട്ടികളുടെ നിലനിൽപ്പിന് പ്രസക്തിയുള്ളൂ. വേരറ്റുപോകുന്ന ക്രൈസ്തവ ന്യൂനപക്ഷത്തിൻ്റെ വേദനകളും ആകുലതകളും വർഗീയതയായും മതേതരത്വത്തിൻ്റെ കളങ്കമായും സ്ഥാപിക്കാൻ വെമ്പൽ കൊള്ളുന്നവർ ആസന്ന ഭാവിയിലെ യഥാർത്ഥ മതവർഗീയതയുടെ ഭീകര ഫാഷിസ്റ്റ് സാഹചര്യങ്ങളെ
എന്തു പറഞ്ഞാണ് ന്യായീകരിക്കാൻ പോകുന്നത് എന്ന് കാത്തിരുന്ന് കാണാം. സത്യാന്വേഷിയുടെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. തമസ്കരിക്കപ്പെടുകയും വളച്ചൊടിക്കപ്പെടുകയും ചെയ്യുന്ന സത്യങ്ങളും നിഷേധിക്കപ്പെടുന്ന നീതിക്ക് പിന്നിലെ ഗൂഢാലോചനകളുമായി സത്യാന്വേഷി വീണ്ടും അടുത്തയാഴ്ച. നിങ്ങളും സത്യം അന്വേഷിക്കുന്ന വിഷയങ്ങളുണ്ട് എങ്കിൽ താഴെ കാണുന്ന ഇമെയിലിൽ ഞങ്ങൾക്കെഴുതൂ. നേരിൻ്റെ നിറക്കാഴ്ചകളുമായി സത്യാന്വേഷി നിങ്ങൾക്കൊപ്പം.